ജീസസ്, ഹല്ലേലൂയ. നീ അവനോട് ചോദിക്കുകയും അവൻ ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. ഇവള് ചോദിക്കുന്നത് അക്ഷരിക വെള്ളം, യേശു പറയുന്നത് ആത്മാവിന്റെ നദിയെ കുറിച്ചാണ്. കുഞ്ഞെ, ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ച്, സംസാരം മുമ്പോട്ട് മുറുകിയപ്പം കർത്താവിന് സ്തോത്രം ഇവൾ ആരാധന കയറി പിടിച്ചു. ഹല്ലേലൂയ. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയെ നമസ്കരിക്കുന്നു, നിങ്ങൾ പറയുന്ന ആ മലയെ നമസ്കരിക്കണമെന്ന് യേശു പറഞ്ഞു. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞപ്പോ കർത്താവിന് സ്തോത്രം അവളോട് പറഞ്ഞു, നീ വീട്ടിൽ പോയി ഭർത്താവിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് യേശു അന്നേരം ഒരു ഹിസ്റ്ററി പറഞ്ഞു. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവൻ ഭർത്താവല്ല, അവനും വാടകയാ. 4 കുടവും കൊണ്ട് വെള്ളം കോരാൻ വന്ന ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ വെള്ളം കോരി വീട്ടിലെത്തിക്കണം. അതിന്റെ മധ്യത്തിൽ ആ ക്രിസ്തു കയറി ഇടപെട്ടു. 4 ഭർത്താക്കന്മാരുടെ ജീവിതം നയിച്ച 5ാമത്തെ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട് ഒരു ലോകത്തിൽ ദൈവത്തിന് സ്തോത്രം ഒരു നികൃഷ്ടമായ സ്ത്രീ എന്ന് മുദ്ര കൊട്ടിയ സ്ത്രീ പട്ടണത്തിൽ കൂടെ വരുമ്പം പട്ടണക്കാരെല്ലാം താടിക്ക് വിരൽ വെച്ച് അയ്യേ എന്ന് പറഞ്ഞ് ഇവൾ വെള്ളം കോരാൻ വന്നെങ്കിൽ ക്രിസ്തുവുമായിട്ടുള്ള 10 മിനിറ്റത്തെ ഇടപെടൽ വെള്ളം കോരാൻ വന്നവൾ പാത്രം അവിടെ ഇട്ടു. അവൾ പട്ടണത്തിലേക്ക് ഓടി. പട്ടണത്തിലേക്ക് ഓടിയപ്പം പട്ടണക്കാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ ചരിത്രം വെളിപ്പെടുത്തിയ ഒരാളെ ഞാൻ കണ്ടു. അവൻ ദൈവത്തിന് സ്തോത്രം ആ ഉറവയുടെ കരയിൽ നിൽപ്പുണ്ട്. അടുത്ത കേൾക്കണോ? പട്ടണം മൊത്തം അവിടെ പുറകെ വന്നു. വിശ്വസിച്ചാൽ ഞാനോട് ദൂത് നിന്നോട് പറയാം, നിന്റെ അകത്ത് ക്രിസ്തു വെളിപ്പെട്ടാൽ നീ നിമിത്തം ചില പട്ടണങ്ങൾ ഇളകും. നിന്റെ അകത്ത് യേശു വെളിപ്പെട്ടാൽ നീ നിമിത്തം ചില പട്ടണങ്ങൾ ഇളകും. നിന്റെ അകത്ത് ക്രിസ്തു വെളിപ്പെട്ടാൽ നീ നിമിത്തം ചില പട്ടണങ്ങൾ ഇളകും. വിശ്വസിക്കുന്നവർ ചേർന്ന് ആമീൻ പറഞ്ഞാട്ട്. എവിടെ നീ തലകുനിച്ചോ അവിടെ നിനക്കൊരു അനുഗ്രഹം ദൈവം തരാൻ പോകുകയാ. നിന്റെ വീട് കൊള്ളത്തില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ നിന്റെ വീടിനകത്തൊരു അനുഗ്രഹം കർത്താവ് അയക്കാൻ പോകുകയാ. വിശ്വസിച്ചു തുടങ്ങുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, കർത്താവ് ചിലരെ ഇന്നത്തെ ആരാധനയിൽ അഭിഷേകം ചെയ്യാൻ പോകുകയാ. ശ്രദ്ധിക്കണം, കർത്താവിന്റെ സ്തോത്രം. ഞാൻ വേദപുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. ഇവിടെ വായിക്കുക, അവരുടെ കെട്ടഴിച്ചുകൊണ്ട് പോരുവീൻ, കർത്താവിന് അവയെക്കുറിച്ച് ആവശ്യമുണ്ട്. ആരെങ്കിലും ചോദിച്ചാൽ പറയണം, കർത്താവിന് ഇവനെ ആവശ്യമുണ്ട്. അടുത്തിരിക്കുന്ന തൊട്ട് പറ, കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന കൈ കൊടുത്തേച്ച് പറ, ബ്രദറെ കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. എങ്ങനെയാ പറയുന്നതെന്ന് പറയാം. കർത്താവിന് സ്തോത്രം. വന്നിട്ട് ബ്രദറെ, കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട്. കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട്. ആമേൻ, സ്തോത്രം. ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ അദ്ദേഹം എന്നോടും പറയും. അപ്പൊ എല്ലാവരോടും ദൈവത്തിന്റെ ദൂത, കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. നീ ഒരുപക്ഷെ ഇപ്പോൾ സുവിശേഷപരമായ ഒന്നും അറിയാത്തൊരു വ്യക്തിയായിരിക്കും, പക്ഷെ നിന്നെ കർത്താവിന് ഉപയോഗിക്കാൻ പറ്റും. നിന്റെ തലമുറയും ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും. 2014 നിരാശയുടെ വർഷമല്ല, ഒരു കൊയ്ത്തിന്റെ വർഷമാ. ഇന്നുവരെ കൊയ്ത് കൂട്ടാത്ത ചിലത് നിന്റെ കൊയ്ത് കൂട്ടുവാൻ നിന്റെ കൈകളെ എന്റെ കർത്താവ് ബലപ്പെടുത്തുന്ന ദിവസങ്ങളാ. അത് ആത്മാവിൽ കണ്ടു തുടങ്ങുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. വീണ്ടും വീണ്ടും പാലായിൽ കർത്താവ് പറയാൻ പറയുന്ന ഒരു കാര്യം, ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഇന്നുവരെ നീ ചെയ്ത ശുശ്രൂഷയല്ല, ഇന്നുവരെ നീ ചെയ്ത ശുശ്രൂഷയല്ല, അതിലുപരി അടുത്തൊരു ലെവലിലെ മിനിസ്ട്രി നിന്നെ കൊണ്ട് കർത്താവ് ചെയ്യിപ്പിക്കാൻ പോകുകയാ. നിന്റെ വീടിനകത്ത് ശുശ്രൂഷ അനുഭവിക്കാൻ പലരും വരാൻ പോവുക. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ അവരുടെ നടുവിൽ നിനക്ക് ദൈവം ശുശ്രൂഷ തരിക. വേദപുസ്തകത്തിൽ ഏലിയാവെന്ന് പേരുള്ളൊരു ദൈവപുരുഷൻ ഉണ്ടായിരുന്നു. ഏലിയാവെന്ന് പേരുള്ളൊരു ദൈവപുരുഷൻ. ഏലിയാവിനെ കുറിച്ച് വേദപുസ്തകം പറയുന്ന ഭാഗം എടുത്ത് വായിക്കാൻ നേരമില്ല. 1 രാജാക്കന്മാർ 17:1 എഴുതിയിരിക്കുന്നത്. തിശ്ബിയിൽ വന്ന തിശ്ബ്യനായ ഏലിയാവ്. ദൈവം ഏലിയാവിനോട് പ്രവചനങ്ങൾ പറഞ്ഞു. രാജ്യം ഭരിക്കുന്ന രാജാവിനോട് ചിന്ത പറയണം, ഇനി നീ പറഞ്ഞിട്ടല്ലാതെ ഇവിടെ മഞ്ഞും മഴയും പെയ്യത്തില്ല. ജീസസ്. ഏലിയാവ് രാജ്യം ഭരിക്കുന്ന രാജാവിനോട് പറഞ്ഞു, ഇനി ഞാൻ പറയാതെ ഇവിടെ മഞ്ഞും പെയ്യത്തില്ല, മഴയും പെയ്യത്തില്ല. ഞാനൊരു സത്യം നിന്നോട് പറയാം, ഇന്നും പ്രവചനങ്ങൾ അധികാരത്തിന്റെ പ്രവചനങ്ങളാ. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, പ്രവചനങ്ങൾ തുച്ഛീകരിക്കരുത്. നല്ലത് ശോധന ചെയ്ത് മുറുകെ പിടിക്കണം. ആകരുതാത്തത് എറിഞ്ഞു കളയണം. ഇന്നും ദൈവം സംസാരിക്കുന്ന ദൈവമാ. ഇന്നും കർത്താവ് ജനത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കും. വിശ്വാസമുണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനിയും ദൂതിലേക്ക് വരാം. കർത്താവിന്റെ സ്തോത്രം. ഏലിയാവ് പ്രവചിച്ചപ്പോൾ ഏലിയാവിനോട് ദൈവം പറഞ്ഞു, ഈ പ്രവചനം കഴിഞ്ഞിട്ട് അവിടെ നിൽക്കരുത്, കരുത്തു തൊട്ടി പോയിരുന്നോണം. കാക്കയോട് പറഞ്ഞിട്ടുണ്ട് അപ്പവും ഇറച്ചിയും കൊണ്ട് തരാൻ. ഒരാമീൻ പറഞ്ഞാട്ടെ.
ഞാനിവിടെ നിന്നോണ്ടൊരു വിവരണം നിങ്ങളോട് പറയട്ടെ. എടാ, കർത്താവ് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് നീ പോയാൽ നിന്നെ പോറ്റേണ്ടത് കർത്താവിന്റെ പദ്ധതിയാ. വിശ്വാസമുണ്ടേ? ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആരൊക്കെ നിന്റെ വഴി അടച്ചാലും നിന്നെ വിട്ടവൻ നിന്നെ നടത്താൻ വിശ്വസ്തനാ. നിന്നെ വിട്ടവൻ നിന്നെ പോറ്റാൻ വിശ്വസ്തനാ. ഏതൊക്കെ വ്യക്തികൾ നിന്റെ വഴി അടച്ചാലും നീ വ്യാകുലപ്പെടണ്ട. നിന്നെ പോറ്റാമെന്ന് പറഞ്ഞവന്റെ പേരാ യേശു. ചെല്ലി ചോദിക്കത്തില്ലയോ, ബ്രദറെ അവിടെ പോയി എങ്ങനെയാ ജീവിക്കുന്നത്? അവനൊന്നും നീ അറിയണ്ട, വിട്ടവൻ പോറ്റിക്കോളൂ. ഒരു ആമീൻ പറഞ്ഞാട്ടെ. ഏലിയാവിനോട് ദൈവം ഈ കർത്താവ് പോറ്റാൻ തീരുമാനിച്ച കാറ്ററിംഗ് സർവീസ് കാക്കയെ കൊണ്ട് വേണേലും നടത്തും. വേണ്ട, ആമീൻ വരുന്നില്ല. ഒരാമീൻ വരുന്നില്ല. കാക്കയുടെ പാരമ്പര്യം എന്താ? വെല്ലോരുടെയും കയ്യിൽ നിന്ന് അപ്പം തട്ടിപ്പറിച്ച പാരമ്പര്യമേ കാക്കയ്ക്കുള്ളൂ. ആ കാക്കയുടെ ചുണ്ടയിൽ അപ്പം ഫിറ്റ് ചെയ്ത് വിട്ടവനാ കർത്താവ്. ഒരാമീൻ പറയണം. വിശ്വസിക്കാൻ തയ്യാറായ ഞാൻ ദൂത് പറയാം. എവിടൊക്കെ നിന്റെ വഴി അടച്ചാലും വായുവിൽ കൂടെ നിന്റെ വടിപറി കർത്താവ് തന്നോണ്ടിരിക്കും. പറന്നു വരും നിന്റെ മറുപടി. വിശ്വസിക്കാൻ പറ്റാത്ത പോലെ പറത്തി തരും ദൈവം മറുപടി. വിശ്വസിച്ചു തുടങ്ങുന്നവർക്കായി സ്തോത്രം. നിന്നെ നടത്തുന്നവൻ യേശുവാണെങ്കിൽ, നിന്നെ ഉപയോഗിക്കുന്നവൻ യേശുവാണെങ്കിൽ, അവൻ നിന്നെ പോറ്റാൻ ശക്തനാ. നിങ്ങൾ ഭാവനയിൽ ഏലിയാവിനെ ഒന്ന് കണ്ടേ. ഏലിയാവ് കെരീത്തിന്റെ അടുക്കെ ഇരിക്കുക, തോട്ടിൽ നിന്ന് വെള്ളം കുടിക്കും. പ്രൈസ് ഗോഡ്. രാവിലെ 8 മണിക്ക് കാക്ക വരും. ആദ്യം വരുന്ന കാക്കയുടെ വായിക്കകത്ത് അപ്പം. കാക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിലേക്കൂടെ നിൽക്കുന്ന ക്രാക്ര എന്ന് പറയുന്ന ആ സാധനം അല്ല. വലിയ റാബൽസ് എന്ന് പറഞ്ഞാൽ 25 ദോശ എടുത്തോണ്ട് വരാൻ കഴിവുള്ള കാക്ക. അമ്മയും വരുന്നില്ല. ഒറ്റ കാക്ക വന്നാ മതി, ഒരുത്തന്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാ. ഹല്ലേലൂയ. ആദ്യത്തെ കാക്ക ഫാമനെ അത് കണ്ടണം. അത് എപ്പോ പ്രസംഗിച്ചാലും എനിക്ക് ഭയങ്കര സന്തോഷാ. എലിയാവ് മുട്ടായിരിക്കുമ്പോ കാക്ക വരുന്നു. എലിയാവ് ഇങ്ങനെ കൈ വിടർത്തി കൊടുത്തു. 10 ദോശ കൊണ്ടുവന്ന് കാക്ക കയ്യിലോട്ട് വെച്ച് പുറകെ അടുത്ത കാക്ക വരിക. ഇറച്ചി ഫ്രൈ ചെയ്തത് അവന്റെ ചുണ്ടായിരിക്കുന്നത്. അവൻ കൊണ്ട് അതും അങ്ങോട്ട് വെച്ചു. പ്രാർത്ഥിക്കാതിരിക്കുവോ? നിങ്ങൾ നോക്കിയേ, ചെല്ലൊക്കെ ചോദിക്കുന്നത് നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവം നൂലെ കെട്ടി തരുമോ? തരും. തരുവന്നേ, തരുവന്നേ. നീ വിശ്വസിക്കാൻ തയ്യാറായ തരുവന്ന്. എലിയാവ് പ്രാർത്ഥിച്ച്, കർത്താവേ തന്ന അപ്പത്തിനായി ഇറച്ചിക്കായി സ്തോത്രം. ആമീൻ പറഞ്ഞപ്പം JCB മണ്ണെടുക്കുന്നിടത്ത് സ്തോത്രം ലോറി, ടിപ്പർ ലോറി ക്യൂ നടക്കുന്നത് പോലെ കാക്കകൾ ഇങ്ങനെ ക്യൂ പറന്ന് നിൽക്കുക. ഇങ്ങനെ 1, 2, 3 അപ്പം ഇറച്ചി, അപ്പം ഇറച്ചി. എന്താ ഒരപ്പം തിന്ന അടുത്തപ്പം വെക്കാനാ? കുഞ്ഞെ, കർത്താവ് നടത്തുന്ന വഴികൾ ഓർത്താൽ എത്ര സ്തുതിച്ചാലും തീരത്തില്ല. നിന്റെ വഴി മനുഷ്യരും മൊത്തം കൂടെ ചേർന്ന് അടച്ചാൽ നീ പേടിക്കണ്ട. വിചാരിക്കാത്ത വഴി നിനക്ക് തുറക്കാൻ എന്റെ യേശു ഇന്ന് ശക്തനാണ്. വിശ്വസിച്ചു തുടങ്ങുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. ഞാനൊരു ആത്മീക ദൂത് പറയാം. നിന്റെ വഴി പ്രപഞ്ചത്തിൽ ആരടച്ചാലും നീ പേടിക്കണ്ട. നടത്താമെന്ന് വാക്ക് പറഞ്ഞവൻ ശക്തനത്രേ. പരിപാലിക്കാമെന്ന് വാക്ക് പറഞ്ഞവൻ ശക്തനത്രേ. ആരൊക്കെ നിന്റെ വഴി അടച്ചാലും നീ പേടിക്കണ്ട. എത്ര നാളായി നിനക്ക് വയറിനകത്ത് ആ മുഴ വെളിപ്പെട്ടിട്ട്? 1 വർഷമായി. ജീസസ് അതിലോട്ട് കൈവച്ചു. ഇപ്പോൾ കർത്താവ് തൊടുക. ഈ നിമിഷം അതിനെ കർത്താവ് എടുത്തു മാറ്റും. ഹീലിംഗ് പവർ. അത് പോന്നു. ഹീലിംഗ്. എന്താ മോടെ പേര്? ബിന്ദു. ബിന്ദു. എവിടെ വീട്? കോതമംഗലം. കോതമംഗലത്താണ് ബിന്ദുവിന്റെ വീട്. ബിന്ദുവിന് എത്ര നാളായി ഇവിടെ ആ മുഴ വന്നിട്ട്? 1 വർഷമായി. എന്താ വലിപ്പം ഉണ്ടായിരുന്നു ആ മുഴയ്ക്ക്? ഒരു നെല്ലിക്കായുടെ വലിപ്പത്തിൽ ഒരു മുഴ. ആ പേടിച്ചു പോയായിരുന്നോ? മാമി പേടിച്ചു പോയി. അവിടെ നിൽക്കുമ്പോ മുഴ ഉണ്ടായിരുന്നു, ഇവിടെ വരുമ്പോഴും മുഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്യാ മുഴ? ഇപ്പോൾ ആ മുഴ കാണുന്നില്ല. യേശു വിതിൻ സെക്കൻഡ് കൊണ്ട് അവൻ അത്ഭുതങ്ങൾ ചെയ്യുകയാത്രേ. റോസിലി എവിടെ വീട്? കാലടിയില്. ഈ അടിമയറ്റിൽ എത്ര നാള് കൊണ്ട് മഴ ഉണ്ടായിരുന്നു? 1 വർഷമായി. എന്തോ വലിപ്പമുണ്ട് മഴയ്ക്ക്? അതിങ്ങനെ എനിക്ക് ഈ കാല് വെച്ച് നടക്കുമ്പോഴും ഒക്കെ അവിടെ ഇങ്ങനെ എന്തോ വലിപ്പം ഉണ്ടായിരുന്നു. ഇത്രയും വലിപ്പമുള്ള ഒരു മുഴ.
അതിഭയങ്കര വേദനയുമായിരുന്നു. ഈ സ്റ്റേജ് വരുമ്പോഴും അതുണ്ടായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മിന്നല് പോലെ എന്നിലേക്ക് വരികയും പെട്ടെന്ന് എനിക്കിപ്പോ വേദനയില്ല. നോക്കിയേ, മിന്നല് പോലൊരു ശക്തി വരികയും ആ മുഴ അപ്രത്യക്ഷമാകുകയും ആ വേദന അപ്രത്യക്ഷമാകുകയും ചെയ്തു. നാം പ്രസംഗിക്കുന്ന ക്രിസ്തു ഈ സ്റ്റേജിലുണ്ട്. അവൻ ഇന്നും അത്ഭുതങ്ങളുടെ ദൈവമത്രേ. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ കൈകൾ ചേർത്ത് പിടിക്കുക. സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പല വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കൈ അവരുടെ മേൽ വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് മഹാദൈവമാണല്ലോ. അങ്ങയുടെ അദൃശ്യമേറിയ കരം ഇപ്പോൾ അവരുടെ പ്രശ്നത്തെ തൊടണമേ. ശാപങ്ങൾ പൊട്ടിക്കണേ. രോഗാത്മാക്കൾ വിട്ടുപോകട്ടെ. എല്ലാ പ്രതിസന്ധികളും നീങ്ങിപ്പോകട്ടെ. സ്വർഗത്തിലെ ദിവ്യമായ സമാധാനം ഇവരുടെ മേൽ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദ നെയിം ഓഫ് ജീസസ്. ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ അനുഗ്രഹ വിഷയമായി മാറട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായല്ലോ. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ TV പ്രോഗ്രാം കാണാൻ കഴിയും. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം. തുച്ഛമായൊരു പൈസ കൊണ്ട് ലോകം മൊത്തം യേശുവിനെ അറിയിക്കാം. നാളെ ഇതേ സമയം ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലസ് യു.